സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരുപക്ഷെ നമ്മളെല്ലാവരും സന്തോഷിപ്പിക്കുന്ന ഒരു ഗംഭീര വാർത്ത തന്നെയാണ് മലയാളത്തിന്റെ മഹാനടന് പത്മഭൂഷൺ എന്ന്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ ഒരു ദിവസമാണ് അവാർഡ് പ്രഖ്യാപിക്കുക. ഈ ഒരു ദിവസമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു അവാർഡ് വാങ്ങിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ഇതാ ഇന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഇദ്ദേഹം ഏറ്റുവാങ്ങിക്കും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തത്. ഒരു പക്ഷേ ഈ റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് പലർക്കും അവാർഡ് പ്രഖ്യാപിക്കാറുണ്ട്. പത്മഭൂഷൺ അടക്കമുള്ള അവാർഡ് പ്രഖ്യാപിക്കാറുണ്ട്. മമ്മൂട്ടിക്ക് എന്തെങ്കിലും ഒരു അവാർഡ് മാറ്റി വെച്ചിട്ടുണ്ടാകുമോ അവിടെ എന്നുള്ള സംശയം ഞാൻ പ്രകടിപ്പിച്ചായിരുന്നു. കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് ഒരു നാഷണൽ അവാർഡ് പോലും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് തേടി വരുന്നില്ല. അതിന് അർഹത ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിനെ തേടി വരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഞാൻ അടക്കമുള്ള ആളുകളൊക്കെ ഒരു സംശയം മുന്നോട്ട് വെച്ച് ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവില്ല, അദ്ദേഹത്തിനായി കിട്ടാൻ അർഹത ഉണ്ടായാലും കൊടുക്കില്ല. ഇതേപോലത്തെ വർത്തമാനം പിന്നീട് വേറൊരു തമിഴ് നടൻ പറഞ്ഞായിരുന്നു. കേരളത്തിലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അവിടുത്തെ അവാർഡിനൊന്നും ഇദ്ദേഹം അർഹിക്കുന്നില്ല എന്നല്ല, അവരർഹിക്കുന്നില്ല, ഇദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാനുള്ള അർഹത അവർക്കില്ല എന്നുള്ള വർത്തമാനമായിരുന്നു ഇതിനൊക്കെ മറുപടിയായിട്ട് പറഞ്ഞത്. പക്ഷേ എന്തായാലും ഇപ്പം നമ്മുടെ മുമ്പിലേക്ക് മലയാളത്തിന് മഹാനടന് പത്മഭൂഷൺ എന്ന് പറയുന്ന വാർത്ത വന്നിട്ടുണ്ട്. 10 കൊല്ലം മുമ്പേ കിട്ടേണ്ടത് 10 കൊല്ലം കഴിഞ്ഞാണ് കിട്ടിയത് എന്നേ ഉള്ളൂ എന്നാണ് രജീഷ് എന്ന് പറയുന്ന ഒരു ആള് ഇതിനെ കമന്റ് അടിച്ചത്. അതായത് 10 കൊല്ലം മുമ്പേ കിട്ടേണ്ടതായിരുന്നു, ഒരല്പം താമസിച്ചു പോയി എന്നുള്ള വർത്തമാനം കൂടി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ. VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ, അദ്ദേഹത്തിന് ഒരു മരണാനന്തര ബഹുമതിയായിട്ട് VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ എന്ന് പറയുന്ന അവാർഡ് കൂടിയുണ്ട്. പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു അനുസരിച്ച് VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ ബഹുമതി നൽകി രാജ്യം ആദരവ് അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പത്മഭൂഷൺ പുരസ്കാരം മലയാളികളുടെ അഭിമാനമായ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. KT തോമസിന് അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. KT തോമസിന് പത്മവിഭൂഷൺ പുരസ്കാരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ P നാരായണനും പത്മവിഭൂഷൺ ബഹുമതി നൽകിയിട്ടുണ്ട്. 3 മലയാളികളെയാണ് പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി എന്തായാലും ഇപ്പോൾ നൽകി ആദരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ VS അച്യുതാനന്ദൻ, അതുപോലെ തന്നെ KT തോമസ്, P നാരായണൻ എന്നിവരാണ് ഏതായാലും ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും എനിക്കിതിൽ വളരെ കൺഫ്യൂഷനായിട്ട് തോന്നുന്ന സംഗതി വെച്ച് കഴിഞ്ഞാല് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്തിനാണ് ഇങ്ങനത്തെ അവാർഡിനൊക്കെ പരിഗണിച്ചത് എന്നുള്ളതാണ്. കാരണങ്ങൾ പലതും ഉണ്ടായിരിക്കാം. ഇനി ഇതിന് പുറകിലുള്ള രാഷ്ട്രീയ കാരണം ഉണ്ടോ എന്നറിയില്ല. അല്ലെങ്കിൽ ഇവിടെയുള്ള ഈഴവർക്ക് വേണ്ടിയിട്ട് ഏറെ കാലമായിട്ട് പ്രവർത്തിച്ചു എന്നതിൻ്റെ ഒരു പ്രത്യേക ജാതി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറെ കാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കാകുമോ ഇനി ഇദ്ദേഹത്തിനെ ഒരു അവാർഡിന് പരിഗണിച്ചത് എന്നുള്ളതാണ്. എന്തായാലും VS അച്യുതാനന്ദന് അർഹതപ്പെട്ട തന്നെയാണ്. പത്മവിഭൂഷൺ മരണാന്തര ബഹുമതിയായിട്ടാണ് അത് നൽകുന്നത്. പക്ഷേ ഒരു 10 വർഷം മുമ്പേ തന്നെ കിട്ടേണ്ടതായിരുന്നില്ലേ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യന് ഇത്തരം അവാർഡുകൾ എന്നുള്ള കൺഫ്യൂഷൻ കൂടി ഇപ്പോൾ എല്ലാവരും കൊണ്ടു നടക്കുന്നുണ്ട്. ശരിയാണ്, ഒരു 10 കൊല്ലം മുമ്പ് തന്നെ കിട്ടേണ്ട അവാർഡുകളാണ് വളരെ താമസിച്ചായിട്ടായാലും ഇദ്ദേഹത്തിന് കിട്ടുന്നത് എന്നുള്ളതാണ്. എന്തായാലും ബിസിനസ് കോൺക്ലേവ് എന്ന് പറയുന്ന സംഘത്തിൽ കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി അതിലെന്തെങ്കിലും അവാർഡുകളും മറ്റും നമുക്ക് ഇദ്ദേഹത്തിന് പരിഗണിക്കുമോ ഒന്നും അറിയില്ല. എന്തൊക്കെയായാലും നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് എത്ര കാലം മുമ്പ് കിട്ടേണ്ട അവാർഡുകളായിരുന്നു, താമസിച്ചായാലും കിട്ടിയല്ലോ എന്ന് ഒരു ആശ്വാസത്തിലേക്ക് നമുക്ക് എത്താം. പലവിധ കാരണങ്ങൾ കൊണ്ട്, പല വിധത്തിലുള്ള രാഷ്ട്രീയവും മതപരവുമായിട്ടുള്ള പലവിധ കാരണങ്ങൾ കൊണ്ട് ഏറെ കാലമായിട്ട് അവാർഡിന് എത്രയോ അകലെയായിരുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്ര താമസിച്ചിട്ടും ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഗവൺമെന്റ് തന്നെ അതൊരു നാണക്കേടായിട്ട് മാറുമെന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും താമസിച്ചിട്ടായാലും മമ്മൂട്ടിക്ക് കിട്ടിയിരുന്നു. എന്തായാലും ഈ കിട്ടിയ ഈ ഒരു സമയത്ത് ഒരു ഡബിൾ സന്തോഷത്തിലായിരിക്കണം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ. ഒന്ന്, നാഷണൽ അവാർഡിന് കേരള സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞ വർഷത്തെ വാങ്ങിക്കാൻ ഇന്ന് രാത്രി അദ്ദേഹം പോവുകയാണ്. അതിനൊപ്പം തന്നെയാണ് ഇങ്ങനത്തെ ഒരു അവാർഡ് പ്രഖ്യാപനം കൂടി കിട്ടിയിരിക്കുന്നത്. രണ്ടും ഒരു ഗംഭീര സന്തോഷത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിപ്പിക്കുന്നു എന്നുള്ളതാണ്. ബൈ.